പേര് കേട്ടാൽ അഖിലേന്ത്യമാണെന്ന് തോന്നുകയും എന്നാൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്ന രണ്ട് അത്ഭുത പ്രതിഭാസങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ എന്ന് കേട്ടാൽ നമുക്ക് തോന്നും ഇങ്ങനെ ഭാരതം മുഴുവൻ നീണ്ട് പരന്ന് ഒഴുകുന്ന ഒരു വലിയ നദിയാണ് എന്ന്. പക്ഷെ നമുക്കറിയാം അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ 1-2 ജില്ലകളിൽ മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ളതാണ് അഖിലേന്ത്യാ പണിമുടക്ക്. പേര് കേട്ടാൽ തോന്നും ഇന്ത്യ മുഴുവൻ പണിമുടക്കുകയാണ്, പക്ഷെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വലിയ പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ സംസ്ഥാനം. ഇന്ന് ദേശീയ പണിമുടക്ക് നടത്തുകയാണ്. CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സംഘടനകളൊക്കെ അണിനിരക്കുന്ന ദേശീയ പണിമുടക്ക് അവരുടെ അധികാരത്തിൻ്റെയും എല്ലാ വിധത്തിലുള്ള അഹങ്കാരത്തിൻ്റെയും മുഷ്കിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭീഷണിയുടെയും അക്രമത്തിൻ്റെയും അകമ്പടിയോടുകൂടി ഇന്ന് കേരളത്തിൽ മാത്രം അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുകയാണ്. ഈ പണിമുടക്ക് ആർക്കു വേണ്ടിയാണ്? കൃത്യമായി ഞാൻ പറയാം. ഇത് മുതലാളിത്തത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, മുതലാളിമാർക്ക് വേണ്ടി, മുതലാളിമാരോട് പണം വാങ്ങിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പണിമുടക്കാണ്. എന്തിനാണ് മുതലാളിമാർക്ക് വേണ്ടി തൊഴിലാളി സംഘടനകൾ, ഇടതുപക്ഷ സംഘടനകൾ പണിമുടക്ക് നടത്തുന്നത്? അത് ഞാൻ കൃത്യവും വിശദവുമായി നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പണിമുടക്ക് ദിവസമാണല്ലോ, അതുകൊണ്ട് നമുക്കിത് വിശദമായി പഠിക്കാനും സാധിക്കും. ഈ ദേശീയ പണിമുടക്കിൻ്റെ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രം കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങൾക്ക് എതിരെ എന്നാണ്. എന്തൊക്കെയാണ് ഈ തൊഴിൽ നിയമങ്ങൾ എന്ന് അവർ പറയുകയുമില്ല. അത് പറഞ്ഞാൽ കള്ളി വെളിച്ചത്താവും. അതുകൊണ്ട് തെറ്റായ കേന്ദ്രത്തിൻ്റെ തൊഴിലാളി വിരുദ്ധ ഇങ്ങനെ നിരന്തരം പറയുന്ന ആവർത്തിച്ച് പറയുന്ന ചില വാക്യങ്ങൾ അത്രയേ ഉള്ളൂ. എല്ലാ വർഷവും ഫെബ്രുവരി മാസമാണ് ഈ ദേശീയ ഉത്സവം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ തവണ അത് ഫെബ്രുവരിയിൽ നടത്തിയില്ല, അല്പം കൂടി മാറ്റിവെച്ചു. എന്താണ് കാരണം എന്നറിയില്ല. എന്തായാലും ഈ ഇലക്ഷൻ കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പം നമ്മുടെ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് കേരളം എങ്ങും കേട്ടിട്ടില്ലാത്ത ഹിന്ദു മഹാസഭ എന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ വന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ദേശീയ പണിമുടക്ക് സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില തൊഴിലാളി സംഘടനകളുണ്ട്. ഇന്ന് പത്രമൊക്കെ എടുത്തു നോക്കൂ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത കുറേയേറെ തൊഴിലാളി സംഘടനകൾ. പക്ഷേ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് CPIM-ൻ്റെ തൊഴിലാളി സംഘടന. എന്താണ് ഈ വിഷയം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1999 രൂപീകരിച്ച രവീന്ദ്ര വർമ്മ കമ്മീഷൻ, അതായത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന വ്യത്യസ്തമായ സംസ്ഥാനങ്ങളെ 100-ൽ പരം വ്യത്യസ്ത തൊഴിൽ നിയമങ്ങളും അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടായിരുന്ന 40-ൽ പരം വ്യത്യസ്തമായ തൊഴിൽ നിയമങ്ങളും ഏകീകരിച്ചുകൊണ്ട് അതിനെ ഏറ്റവും ചുരുങ്ങിയ ഒരവസ്ഥയിൽ അന്ന് കൊണ്ടുവരാൻ സാധിച്ചത് 24 നിയമങ്ങളാണ്. പക്ഷേ ഈ 24 നിയമങ്ങളെ വീണ്ടും ക്രോഡീകരിച്ച് ചെറുതാക്കി എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഗുണം കിട്ടുന്ന തരത്തിൽ അതിനെ വിപുലീകരിച്ചും ക്രോഡീകരിച്ചും 4 മേഖലകളായി തൊഴിൽ നിയമങ്ങളെ കൊണ്ടുവന്നതാണ് ഈ രവീന്ദ്രവർമ്മ കമ്മീഷന്റെ റിപ്പോർട്ട്. ഈ രവീന്ദ്രവർമ്മ കമ്മീഷൻ റിപ്പോർട്ട് 2002 ജൂൺ മാസത്തിലാണ് സർക്കാരിന് സമർപ്പിക്കുന്നത്. അത് പാർലമെന്റ് വിശദമായി ചർച്ച ചെയ്ത് ഇപ്പോഴാണ് അത് നിയമമായി വരുന്നത്. CITU-വിൻ്റെ അതായത് CPIM-ൻ്റെ നേതാവ് എളമരം കരീം ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിലിരുന്ന് തൊഴിൽകാര്യ സമിതിയിൽ വെച്ച് ഇത് വിശദമായി ചർച്ച ചെയ്ത് പാസ്സാക്കി അത് രാഷ്ട്രപതിക്ക് അയച്ച് രാഷ്ട്രപതി ഒപ്പുവെച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തി സംസ്ഥാന സർക്കാരുകൾക്കെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞു. ഇത് കഴിയുന്നത് വരെ CITU മിണ്ടാതെ പമ്മിയിരുന്നു. എല്ലാം നടപ്പാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഈ പറയുന്ന നിയമം നടപ്പാക്കാൻ വേണ്ടി മുൻകൈ എടുത്ത സംസ്ഥാനവും പിണറായി വിജയൻ ഭരിക്കുന്ന CPM ഭരിക്കുന്ന കേരളം തന്നെയാണ്. അതായത് ഈ പറയുന്ന പുതിയ തൊഴിൽ നിയമത്തിൻ്റെ ആക്റ്റും റൂളും ചട്ടവും എല്ലാം രൂപീകരിച്ച് കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്ത് കേന്ദ്രത്തിൻ്റെ പ്രശംസ പിടിച്ചുപറ്റി 1ാമത്തെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത് നടപ്പാക്കാമെന്ന് സന്നദ്ധത അറിയിച്ചതും പിണറായി വിജയൻ്റെ CPM ഭരിക്കുന്ന കേരള സംസ്ഥാനമാണ് എന്ന് മറക്കരുത്. അങ്ങനെ 1948 നിലവിൽ വരികയും 1952 നടപ്പാക്കുകയും ചെയ്ത മിനിമം വേജസ് പോലെയുള്ള പഴയകാല സംവിധാനങ്ങൾ ഇന്ത്യയിലെ കേവലം 7% തൊഴിലാളികൾക്ക് മാത്രമായിരുന്നു പ്രയോജനപ്പെട്ടിരുന്നത്. ബാക്കി 93% തൊഴിലാളികളും അതിൻ്റെ പരിധിയിൽ വരുമായിരുന്നില്ല. എന്നിട്ടും ഇത്രയും കാലം CITU പോലെയുള്ള ഇടതുപക്ഷ സംഘടനകൾ ഇതൊന്നും കണ്ടതായിട്ടേ നടിച്ചില്ല.
അവരധികാരത്തിലിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും അത് മാറ്റിയതുമില്ല. എന്താണ് കാരണം? അവർ മുതലാളിമാർക്ക് വേണ്ടിയാണ് ഈ തൊഴിലാളി സംഘടന നടത്തുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. പക്ഷെ തൊഴിലാളികൾക്ക് അതറിയില്ല എന്ന് മാത്രം. എന്തായാലും ഇനി മിനിമം വേജസ് എല്ലാ വിഭാഗം ജനങ്ങൾക്ക് കിട്ടും. അതായത് സംഘടിത തൊഴിലാളികൾക്ക് കിട്ടും, അസംഘടിത മേഖലയിൽ കിട്ടും, എല്ലാ വിഭാഗം ആൾക്കാർക്കും ഇനി ഈ പറയുന്ന മിനിമം വേജസ് ലഭിക്കും. അതാണ് പുതിയ നിയമത്തിൻ്റെ ഗുണം. പിന്നെ എന്തുകൊണ്ടാണ് CITU ഇതിനെ എതിർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ദുർഘടമായ ജോലികൾ, അങ്ങനെ ഏർപ്പെടുന്ന ദുർഘട ജോലികൾ, അതായത് ഇപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പാറമട തൊഴിലാളികൾ ദാരുണമായി കൊല്ലപ്പെടുന്ന അവസ്ഥ ഇന്ന് നിലവിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ 20 തൊഴിലാളികളില്ല എന്നുള്ളത് കൊണ്ട് ESI ആനുകൂല്യം കിട്ടുകയുമില്ല. അപ്പോൾ ദുർഘടമായ ഇത്തരം ജോലികൾ ചെയ്യുന്നവർ 20 പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്കെല്ലാം ESI ആനുകൂല്യം കിട്ടും എന്നാണ് ഈ പുതിയ നിയമത്തിൽ പറയുന്നത്. ഇനി ESIയുടെ രജിസ്ട്രേഷൻ തൊഴിലുടമ എടുത്തിട്ടില്ല എന്നിരിക്കട്ടെ. തൊഴിലുടമ ആ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എങ്കിലും തൊഴിലാളികളുടെ വിഹിതം, തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലുടമ അടയ്ക്കേണ്ട വിഹിതം അടയ്ക്കാതിരുന്നാലും തൊഴിലാളികൾക്ക് എല്ലാവിധ ESI ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതാണ് പുതിയ നിയമം. ഇതൊക്കെ ഈ രാജ്യത്ത് BJP ഗവൺമെന്റ് നടപ്പാക്കുമ്പോൾ ഓർക്കുക, ഇടതുപക്ഷ സംഘടനകൾ അതിനെതിരെ സമരത്തിലാണ്. അതിന് കാരണമുണ്ട്, വെറുതെ അല്ല. CPIM നയരേഖ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയുമോ? തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. കേരളത്തിൽ വ്യവസായം വരാൻ തൊഴിലാളി സംഘടനകൾ തെറ്റുതിരുത്തണം. ഇതാരാ പറയുന്നത്? CPIM നയരേഖ. എന്നിട്ട് പറയുന്നത് എന്താണ്? തൊഴിലാളികളുടെ ശമ്പളം നിശ്ചയിക്കുമ്പോൾ മുതലാളിമാരുടെ ഭാഗം കൂടി പരിഗണിക്കണം. വ്യവസായത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് മിനിമം വേജസ് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കൊടുക്കണ്ട എന്നുള്ള നിലപാടിൽ നമ്മൾ ഒതുങ്ങണം. CPIM നയരേഖ പറയുകയാണ്. 26,000 രൂപ മിനിമം വേജസ് കൊടുക്കണമെന്ന് പറയുന്ന CPIM-ഉം CITU-മാണ് ഈ മുതലാളിത്തത്തോട് ഇത്രയധികം ചങ്ങാത്തം കൂടുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചേതോവിഹാരം എന്താണ്? മുതലാളിത്ത രാജ്യങ്ങളോടുള്ള ചങ്ങാത്തം CPIM-നുണ്ട്. അത് കേരളത്തിലെ, ഇന്ത്യയിലെ മുതലാളിമാരോടും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. ചൈനയിലെ, ക്യൂബയിലെ, കൊറിയയിലെ എന്ന് പറയുന്ന 3 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഒരു നേതാവ് പോലും മുതലാളിത്ത ബൂർഷ്വ കുത്തക മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാതിരുന്നിട്ടും അവരാരും മരിച്ചു വീഴുന്നില്ല. പക്ഷെ പിണറായി വിജയന് ഇല്ലാത്ത രോഗവും പറഞ്ഞ് എപ്പോഴും അമേരിക്കയിൽ ചികിത്സിച്ചേ പറ്റൂ. എന്താ കാരണം? മുതലാളിത്തവുമായുള്ള ചങ്ങാത്തം ഉപേക്ഷിക്കാനേ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ അതിനുവേണ്ടി മുതലാളിമാർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ്? CPIM ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ, കേരളത്തിലുണ്ടായിരുന്ന 800-ലധികം കശുവണ്ടി ഫാക്ടറികൾ ഇപ്പോൾ 100 പോലുമില്ല. അത് മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിലെ, അയൽ സംസ്ഥാനങ്ങളിലെ മുതലാളിമാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് അടച്ചുപൂട്ടി അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. അതുപോലെ തന്നെ കയർ, കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന കയർ, ആ കയറും സമരം നടത്തി അടച്ചുപൂട്ടി ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ആ മേഖല ഏറ്റെടുത്തു കഴിഞ്ഞു. വസ്ത്രനിർമ്മാണം, കിറ്റക്സിനെ ഓടിച്ചതൊക്കെ നമുക്കറിയാമല്ലോ. ആ വസ്ത്രനിർമ്മാണ മേഖലയും അവിടെയായി. എന്തിനേറെ പറയുന്നു, വെളിച്ചെണ്ണയും തേങ്ങയും വരെ കേരളത്തിന് നഷ്ടപ്പെടുത്തിയ ഇടതുപക്ഷങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മിനിമം വേജസിനെ കുറിച്ച് പറയുമ്പോൾ തോട്ടം തൊഴിലാളികൾ, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലെ തോട്ടം തൊഴിലാളികളെ നമുക്ക് മറക്കാൻ പറ്റില്ല. 500 രൂപ ദിവസം വേതനം കിട്ടുന്ന ഏത് തോട്ടം തൊഴിലാളിയാണ് ഉള്ളത്? പക്ഷേ കേരളത്തിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇതൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും, ഞങ്ങളാണ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതെന്ന്. കേരളത്തിൻ്റെ സർക്കാർ മേഖല എടുക്കൂ, ബാക്കി മേഖലയൊക്കെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് സർക്കാർ മേഖല എടുത്താൽ സർക്കാർ ഓഫീസുകളിൽ ഇന്ന് പണിയെടുക്കുന്നവരിൽ 60% പേരും താൽക്കാലിക നിയമനത്തിലാണ് വന്നിരിക്കുന്നത്. ഈ താൽക്കാലിക നിയമനത്തിന് PSCക്ക് പങ്കില്ല. അവിടെ ജാതി സംവരണം, മതസംവരണം ഒന്നുമില്ല. അവിടെ ഒരൊറ്റ നിയമമേ ഉള്ളൂ, CPIM-ന്റെ ഓഫീസിൽ നിന്ന് നിയമിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ്, മുഖ്യമന്ത്രി ഇരുന്ന് ഭരിക്കുന്ന സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിനകത്ത് പോലും 1000-ലധികം താൽക്കാലിക ജോലിക്കാർ ജോലി ചെയ്യുകയാണ്. പിന്നെ എന്തിനാണ് PSC? പിന്നെ എന്തിനാണ് പരീക്ഷ? പിന്നെ എന്തിനാണ് ഇൻ്റർവ്യൂ? അപ്പോൾ ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഈ തരത്തിൽ തൊഴിലാളി ദ്രോഹം നടത്തുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അവരുടെ സമരം ഈ തരത്തിലല്ലേ ആകാൻ വഴിയുള്ളൂ. KSRTCയിൽ നിന്ന് 4000-ഓളം എംപാനൽ ജീവനക്കാരാണ് സ്വയം പിരിഞ്ഞു പോയത്. എന്താ കാരണം?
ദിവസം 400 രൂപയുടെ വരുമാനം പോലും കൊടുക്കാൻ KSRTCക്ക് കഴിയുന്നില്ല. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിച്ചത്. നെല്ലിന് ഇപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 28 രൂപ 20 പൈസ താങ്ങുവില നൽകുന്നു. അതിൽ 23 രൂപ കേന്ദ്ര ഗവൺമെൻറ് തരുന്നതാണ്. 5 രൂപ 20 പൈസ മാത്രമാണ് കേരളം കൊടുക്കുന്നത്. 2020, അതായത് 5 കൊല്ലം മുമ്പ് കേരളം കൊടുത്തുകൊണ്ടിരുന്നത് എത്രയാണ്? 9 രൂപ 52 പൈസ. ആ ഓരോ വർഷവും കേന്ദ്ര ഗവൺമെൻറ് നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ കേരള ഗവൺമെൻറ് വെട്ടിക്കുറച്ച് ഇപ്പോൾ 9 രൂപ 52 പൈസ കേരളം കൊടുത്തിരുന്നിടത്ത് 5 രൂപ 20 പൈസയാക്കി കുറച്ചു. ഇപ്പോൾ ഉടനെ തന്നെ 69 പൈസ കേന്ദ്രം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അതും കേരളം വെട്ടിക്കുറയ്ക്കും. എന്ന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനം കേരളത്തിൽ മാത്രമാണ് കർഷകൻ നെല്ലു വിറ്റാൽ അതിൻ്റെ വില ലോണായി വാങ്ങേണ്ടി വരിക, എന്നിട്ട് അതിൻ്റെ സിബിൽ സ്കോർ പോയി എന്നും പറഞ്ഞ് കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വരിക. ഇതൊക്കെയല്ലേ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കെട്ടിടം പണിയാൻ ഒരു കെട്ടിടം ഉടമയ്ക്ക് അനുമതി കിട്ടണമെങ്കിൽ ഉടമസ്ഥൻ കൃത്യമായിട്ടും തൊഴിലാളി ക്ഷേമനിധി സെസ് അടച്ചേ പറ്റൂ. പക്ഷേ കഴിഞ്ഞ 16 മാസമായി തൊഴിലാളിക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നില്ല. 3,82,000 പേരാണ് ആനുകൂല്യം കിട്ടാത്ത കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ നിലനിൽക്കുന്നത്. മരണാനന്തര സഹായം പോലും കൊടുത്തിട്ടുമില്ല. അപ്പോൾ തൊഴിലാളിയെ സംരക്ഷിക്കാനാണെങ്കിൽ പിരിച്ചു വച്ചിരിക്കുന്ന ഈ പൈസയെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? തൊഴിലുറപ്പിൻ്റെ കൂലി 8 തവണയാണ് കേന്ദ്രം വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ സംസ്ഥാനത്ത് CPIM നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണം എന്താണ്? തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം നിർത്താൻ പോവുകയാണ്, ഉടനെ തന്നെ CPMൻ്റെ കൂടെ കൂടി CITUവിന് വേണ്ടി സമരം ചെയ്യൂ, ഇതല്ലേ പറയുന്നത്. ഇത് തന്നെയല്ലേ നേരത്തെയും പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? കിസാൻ സമ്മാൻ നിധി വരുമ്പോൾ ആരും വാങ്ങരുത്, നിങ്ങളുടെ സ്ഥലമെല്ലാം നരേന്ദ്രമോദി കൊണ്ടുപോകും. എന്നിട്ട് CPM നേതാക്കന്മാർ കിസാൻ സമ്മാൻ നിധി നേരത്തെ വാങ്ങി ഇവരുടെ വാക്ക് കേട്ട സഹാക്കന്മാരും പാവപ്പെട്ടവരും പെരുവഴിയിലായി. അതായത് ദാരിദ്ര്യം നിലനിർത്തണം, അതിന് തൊഴിലാളികളെ ദ്രോഹിക്കണം. സർക്കാർ ജീവനക്കാർക്ക് 45 മാസത്തെ DA കുടിശ്ശികയാണ് ഇപ്പോൾ കിട്ടാനുള്ളത്. ആനുകൂല്യങ്ങളില്ല, ലീവ് സറണ്ടർ ഇല്ല, ഒന്നുമില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റോ ഒരൊറ്റ തവണ പോലും DA കുടിശ്ശിക ബാക്കി ഇട്ടിട്ടില്ല, കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയാണ് 45 തവണ DA കുടിശ്ശിക മുടക്കിയ സംസ്ഥാനത്തെ CPIM ഇപ്പോൾ സമരം ചെയ്യുന്നത്. അപ്പോൾ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ മെഡിസെപ്പ് എന്ന പദ്ധതി തകർത്തു കഴിഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിൽ കടത്തുകയില്ല എന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ആരെയാണ് വളർത്തുന്നത്? അപ്പോൾ പാവപ്പെട്ടവൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് പോലും തട്ടിക്കളഞ്ഞിട്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നത് എന്ത്? കേന്ദ്രത്തിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. കേരളത്തിൻ്റെ വില നിലവാരത്തെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. നാളികേരത്തിൻ്റെ വില 100 രൂപയോട് അടുക്കാൻ പോകുന്നു. വെളിച്ചെണ്ണ വില 500 രൂപയാകാൻ പോകുന്നു. അരിവില 62 രൂപ കടന്നിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വില നിലവാരം കേരളത്തിലാണ്. ഇതിനെക്കുറിച്ച് ഒരു സമരവുമില്ല. എന്താ സമരമില്ലാത്ത? രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചികിത്സാ ചെലവ് കേരളത്തിൽ, വെള്ളത്തിന്, വൈദ്യുതിക്ക്, വാഹനത്തിന്, യാത്രയ്ക്ക് എല്ലാവിധ ടാക്സുകളും എല്ലാവിധ ചാർജുകളും കേരളത്തിലാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. എന്നിട്ടും സമരം കേന്ദ്രത്തിനെതിരെ മാത്രം. അപ്പോൾ ഈ കേരളത്തിൽ ഈ സമരം നടത്തുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് ഈ സമരം നടത്തുമ്പോൾ CITUവിലെ സാമ്പത്തികമുള്ള ഒരു തൊഴിലാളിക്കും, എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗം, പൊതുമേഖലാ ഉദ്യോഗം, ഇതൊക്കെ കിട്ടുന്ന ഒരു തൊഴിലാളിക്ക് ഒരു പൈസയും പോകുന്നില്ല. ഈ സമരം കൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ആർക്കാണ്? ഇവിടുത്തെ പാവപ്പെട്ട ദിവസക്കൂലിക്കാരനായ കൂലിപ്പണിക്കാരനെയാണ് സമരത്തിന് വിടുന്നത്. കൊച്ചിൻ റിഫൈനറിയിൽ കഴിഞ്ഞ സമരം ഇവർ നടത്തിയപ്പോൾ 85% ഹാജരുണ്ടായിരുന്നു. FACTയിൽ കഴിഞ്ഞ അഖിലേന്ത്യാ സമരം നടത്തിയപ്പോൾ 85% ഹാജരുണ്ടായിരുന്നു. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഇതേ CITUക്കാർ, ഇതേ AITUCക്കാർ, ഇതേ തൊഴിലാളി യൂണിയൻകാർ ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല സമരത്തിന്. എന്നിട്ട് അവരൊക്കെ അകത്ത് കയറി പണിയെടുത്തു. എന്നിട്ടോ അവരൊക്കെ കൂലി മേടിച്ചു സുഖമായി. എന്നിട്ടോ അന്നന്ന് ദിവസക്കൂലിക്ക് പണിയുന്നവനെ കൊണ്ടാണ് സമരം നടത്തിക്കുന്നത്. അവരാണ് പ്രകടനം നടക്കുന്നത്, അവരാണ് വണ്ടിക്ക് കല്ലെറിയുന്നത്, അവരാണ് എല്ലാം തല്ലിപ്പൊട്ടിക്കുന്നത്, കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നത്. ആർക്ക് പോയി? ഇവിടുത്തെ പാവപ്പെട്ടവന് പോയി. സാധാരണ തൊഴിലാളിക്ക് നഷ്ടം. നേരെ മറിച്ച് ഉന്നത ഉദ്യോഗത്തിലിരിക്കുന്ന, നല്ല രീതിയിൽ
പാർട്ടിക്കും CITUവിനും പണം കൊടുക്കുന്ന ഒരു തൊഴിലാളിക്കും ഒരു നഷ്ടവും ഒരു ദിവസത്തെ കൂലി പോലും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഈ കള്ളക്കളി ആർക്കു വേണ്ടിയാണ്? മുതലാളിമാരെ സംരക്ഷിക്കാൻ. അതായത് പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് MP ഇല്ലാതെ വരുമ്പോൾ തമിഴ്നാട്ടിൽ പോയി MP വിലയ്ക്ക് മേടിക്കുന്ന പാർട്ടിയാണല്ലോ CPM. അതുപോലെ പാർട്ടിക്ക് പണമുണ്ടാക്കാൻ വേണ്ടി തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള മുതലാളിമാരോട് ഒത്തുകളിച്ചുകൊണ്ട് കേരളത്തിലെ വ്യവസായങ്ങളെ ഒന്നൊന്നാക്കി പൂട്ടിക്കെട്ടി ഇവിടെ നിരന്തരം സമര പരമ്പര നടത്തി ഇവിടുത്തെ മുഴുവൻ വ്യവസായങ്ങളെയും തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ആന്ധ്രയിലേക്കും ഗുജറാത്തിലേക്കും UPയിലേക്കും പറഞ്ഞു വിട്ടിട്ട് ആ മുതലാളിമാരുമായി ചങ്ങാത്തം നടത്തി അവരിൽ നിന്ന് പണമടിക്കുന്ന പരിപാടിയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നത്തെ സമരത്തിന്റെ ലക്ഷ്യം. അപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഈ അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിലെ അവശേഷിക്കുന്ന വ്യവസായങ്ങളെയും തൊഴിൽ സംരംഭങ്ങളെയും പൂട്ടിക്കെട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ മുതലാളിമാർക്ക് വിൽക്കുന്ന സമരമാണിത്. ഇത് പാവപ്പെട്ട തൊഴിലാളി അറിയുന്നുണ്ടോ? ഇതൊക്കെ അറിയുന്നുണ്ട് എന്ന് CITUവിലൊക്കെ പണിയെടുക്കുന്ന ചില ആൾക്കാർ എന്നോട് പറഞ്ഞു. അവർ പറഞ്ഞു, പേടിച്ചിട്ടാ സാറേ ഈ CITU ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങൾക്കറിയാം ഇതിനകത്ത് നടക്കുന്ന കള്ളത്തരങ്ങളെല്ലാം. പക്ഷേ മിണ്ടിയാൽ സ്ഥലം മാറ്റും, മിണ്ടിയാൽ ശിക്ഷണ നടപടിയെടുക്കും, പെൻഷൻ കിട്ടുകയില്ല. അതുകൊണ്ട് ഗതികേട് കൊണ്ട് ഈ ഇടതുപക്ഷ യൂണിയനകത്ത് നിന്ന് പിഴച്ചു പോവുകയാണ്. ശപിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ CITU ആയിട്ട് നിൽക്കുന്നത് എന്ന് CITUവിനകത്തുള്ളവർ പറയുന്നു. എത്ര കാലം ഈ സംസ്ഥാനം, എത്ര കാലം ഇവിടുത്തെ തൊഴിലാളികൾ ഈ ദുരന്തം അനുഭവിക്കണം? തൊഴിലാളികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുതലാളിമാരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ സമരം മറ്റ് സംസ്ഥാനങ്ങളിലെ മുതലാളിമാർക്ക് കൂടുതൽ വ്യവസായങ്ങളും ബിസിനസ്സും കിട്ടാൻ വേണ്ടി കേരളത്തിലെ സകല ബിസിനസ്സും വ്യവസായവും സംവിധാനവും തകർക്കുന്ന ഈ സമരം CPIM നേതാക്കൾ നടത്തുന്നത് അവരുടെ ലാഭത്തിന് വേണ്ടിയാണ്. അത്തരം ലാഭങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി കുന്നുകൂട്ടാൻ വേണ്ടിയാണ് അസുഖമാണെന്നും പറഞ്ഞ് അമേരിക്കയ്ക്ക് പോകുന്നത്. അല്ലാതെ ഒരു അസുഖവും ഈ മുഖ്യനൊന്നുമില്ല, യാതൊരു അസുഖവുമില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഈ ഭരണം എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നോ, പശ്ചിമ ബംഗാളിനെ പോലെ ത്രിപുരയെ പോലെ നമുക്കും ഈ കമ്മ്യൂണിസ്റ്റ് കിരാത ഭരണത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. അതുകൊണ്ട് മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഈ അഖിലേന്ത്യാ സമരമുണ്ടല്ലോ, ശരിക്കും തിരിച്ചറിയേണ്ടത് കേരളത്തിലെ സാധാരണ ജനങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ ഈ വസ്തുതകൾ വിനീതമായി സമർപ്പിക്കുന്നത്.